പൈസ ഉള്ളവർക്ക് എന്തും ആവാം. പണത്തിന് മേല് എന്താ നമുക്ക് പരുന്തും പറക്കില്ല. എന്തും ആകാം. പൈസ ഉണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെ മോശം കാണിച്ചാലും അതിനെയൊക്കെ വെളുപ്പിക്കാൻ പുറത്ത് ആൾക്കാരുണ്ട്. പൈസ ഇല്ലാത്തവരുടെ അവസ്ഥ ഇതായിരിക്കും. എനിക്കറിയാം അനുവിന്റെ അടുത്ത് ഒരു അറ്റാക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് വിനു ഇളകും. വിനുവിന് കഷ്ടപ്പാടായിരിക്കും. PR നല്ലപോലെ ശക്തമായിട്ട് പ്രവർത്തിക്കും എന്ന് എനിക്കറിയായിരുന്നു. അനുവിന്റെ PR-ഉം മസ്താനിയുടെ PR-ഉം എല്ലാരും കൂടെ ചേർന്ന് എന്നെ ഒരു വഴിക്കാക്കി വെച്ചിരിക്കുക. ബിഗ് ബോസ് മലയാളം സീസൺ 7 കോൺട്രവേഴ്സീസ് ഒന്നും അവസാനിക്കുന്നില്ല. നമ്മുടെ കുറച്ച് ദിവസമായിട്ട് ജനങ്ങളുടെ ഹൃദയത്തിൽ നെഞ്ചിലേറ്റ് നമ്മുടെ ബിൻസിച്ച് കുറെ ദിവസമായിട്ട് എയറിലായിരുന്നല്ലോ. സോ ഇന്നാണൊന്ന് താഴെ ഇറങ്ങാൻ പറ്റിയത്. അതുകൊണ്ട് ഇന്ന് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ഇന്റർവ്യൂവിൽ വന്നിട്ട് അലക്കി വെളുപ്പിക്കുകയാണ് സംഭവം. ഞാൻ ഭയങ്കര നിരപരാധിയാണ്, ഞാനൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല, അനുവിന്റെ PR എല്ലാം കൂടി എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു, അനു കാശ് കൊടുത്ത് ഇറക്കിയ ആൾക്കാരെല്ലാം കൂടെ എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. ഈ കാശ് കൊടുത്തെന്ന് പറയുന്നത് നമ്മുടെ ജനങ്ങളെയാണ് പറയുന്നത് കേട്ടോ. ജനങ്ങൾക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ട് ജനങ്ങൾ പല രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുണ്ടാകും, പല കമന്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകും ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. എന്നിട്ട് വന്നിട്ട് അതും അനുവിന്റെ തലയിൽ, അനുവിന്റെ PR ചെയ്തതാണ്, അനു കാശ് കൊടുത്ത് ചെയ്തതാണ്. പോരാഞ്ഞിട്ട് അതിനകത്ത് പോയി ഈസി ആയിട്ട് കപ്പ് ജയിക്കണമെങ്കിൽ തന്നെ കാശ് ഉണ്ടെങ്കിൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് സീസൺ വിൻ ചെയ്തിട്ട് വരാമെന്നാണ് നമ്മുടെ ബിൻസി ചേച്ചി പറയുന്നത്. ചേച്ചിക്ക് ഒട്ടും അസൂയയില്ല, ഒട്ടും കുശുമ്പുമില്ല. നമ്മുടെ ശൈത്യ ചേച്ചി മാറി നിൽക്കുന്ന തരത്തിലുള്ള ഒരു ഇന്റർവ്യൂ ആണ് ചേച്ചി ഇന്ന് കൊടുത്തേക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത ഇന്റർവ്യൂ എന്ന് എടുത്തു പറയേണ്ടിയിരുന്നത്. ഇത് കൂടാതെ ഇനി രണ്ടാമത്തെ അടുത്ത ടീംസ് വേറൊരു കാര്യം കൂടി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അക്ബറും ആര്യനും കൂടി ആ ഒരു വീഡിയോ കൂടി നിങ്ങളൊന്ന് കാണുക. അനുടെ PR എടാ നിന്നെ എന്നെയും ബ്ലോക്ക് ചെയ്യും കേട്ടാ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന്. സൂക്ഷിക്കണേ. ഇപ്പൊ ശശി തരൂരും മറ്റേ വലിയ മിനിസ്റ്റേഴ്സെക്കാട്ടെ വലുതാണ് ഇപ്പൊ അനുമോള്. ഞാൻ വിളിക്കാൻ നോക്കി അനുമോളെ, അനുമോള് ഫോൺ കണ്ടല്ലോ, ഒട്ടും ആർക്കും ഒരു രീതിയിലും അസൂയില്ല കേട്ടോ. എന്ത് 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 ആൾക്കാരാണ്. ഗെയിം കഴിഞ്ഞു ഇപ്പോഴും വളഞ്ഞിട്ട് ആക്രമിക്കുന്നു, ഇപ്പോഴും വന്ന് ഇൻസൾട്ട് ചെയ്യുക, കളിയാക്കുക, ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ വീണ്ടും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിതാപകരമൊന്നല്ലാതെ വേറെ എന്ത് പറയാനാണ് ഉമ്മാരെ പറ്റിയിട്ട്. ഇപ്പോഴും വന്ന് ഇത് പറയാണ്, യെസ് അനുമോൾക്ക് മന്ത്രിമാരെക്കാളും കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മന്ത്രിമാരെ കിട്ടുന്നതിനേക്കാളും പ്രിവിലേജസ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് കിട്ടാത്ത തരത്തിലുള്ള തിരക്കിലുള്ള ജോലി അനുമോൾക്കുണ്ട് എന്നൊക്കെ പറയുന്നത്. അനുമോൾക്ക് അഭിമാനമാണ് വരേണ്ടത്. അനുമോൾക്ക് അത്രയും വർക്ക് കിട്ടുന്നത് അനുമോൾക്ക് അഭിമാനമാണ്. അത് ചുമ്മാ അല്ല, ജനഹൃദയങ്ങളിലേക്ക് കയറിയത് കൊണ്ടും ആ സീസൺ 7 കപ്പ് ഇവരെ എല്ലാം വെട്ടി നിരത്തി തോപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ആ ജനഹൃദയങ്ങളിലേക്ക് കയറിയത് അല്ലേ. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും ഒരുപാട് വർക്ക് കിട്ടും. അതിന് ചുമ്മാ വീട്ടിൽ ഇരുന്ന് അവിടെ ഇരുന്ന് ചുമ്മാ ലൈവും ചെയ്തുകൊണ്ടിരിക്കുന്ന ടീമാരൊക്കെ എന്നിട്ട് ഇവർ ചെയ്ത പരിപാടി എന്താണെന്നറിയോ? സ്വന്തം കാശ് മുടത്തി കുറെ ഇവന്റുകൾ നടത്തി, സ്വന്തം കാശ് മുടത്തി ആൾക്കാരെ വിളിച്ചിരുത്തിയിട്ട് പാട്ടും കൂത്തും പാടലാണ് ഈ ടീംസുകാർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത്. ഇവർക്ക് എല്ലാവർക്കും കൂടി മറുപടി കൊടുക്കുന്നതിനായിട്ട് ഒരൊറ്റ വീഡിയോ കൂടി ഞാൻ പ്ലേ ചെയ്തു തരാം. ഇവർക്ക് എല്ലാവർക്കും നമ്മളൊന്നും കൊടുക്കുന്ന മറുപടിയല്ല, നമ്മുടെ സാക്ഷാൽ പൃഥ്വിരാജിന്റെ അമ്മയായ മല്ലിക സുകുമാരൻ പറയുന്ന ഒരു ഡയലോഗും കൂടി പോയിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അനുവിന് കിട്ടേണ്ടത് തന്നെയായിരുന്നു. അനു അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ടൊക്കെ നല്ല ജഡ്ജ്മെന്റ് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. ബിഗ് ബോസിന് 2.5 വർഷം ഇവിടെ അഭിനയിച്ചൊരു കൊച്ച, അതിന് 16 ലക്ഷം അതിന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ അത് എന്നെ ഈ ഉദ്ഘാടനമൊക്കെ നിർത്തി എവിടെങ്കിലും ചെയ്ത് ഇപ്പൊ ആരാ മോളെന്നറിയാം. ഇതില്ലേ, ഇതാണ് ജനങ്ങളുടെ PR എന്ന് പറയുന്നത്. ഇതാണ് അനുമോൾ ഉണ്ടാക്കിയ, അനുമോൾ കാശ് കൊടുത്ത് വാങ്ങി എന്ന് പറയുന്ന PR എന്ന് പറയുന്നത്. ഇവരെ പോലുള്ള സ്ത്രീകളാണ്. ഓരോ വീട്ടമ്മമാരും, ഓരോ വീട്ടിലിരിക്കുന്ന സ്ത്രീകളും, ഓരോ നമ്മുടെ അനിയത്തിമാര്, നമ്മുടെ കൂടപ്പിറപ്പുകൾ, നമ്മുടെ വീട്ടിലിരിക്കുന്ന ഓരോ ജനങ്ങൾ, ഇവരെല്ലാവരും ആയിരുന്നു അനുമോളുടെ PR എന്ന് പറയുന്നത്. ഇവരെല്ലാം വോട്ട് ചെയ്തുകൊണ്ടാണ് അനുമോൾ ജയിച്ചു വന്നത്. അതല്ലാതെ കാശ് കൊടുത്ത് ജയിപ്പിച്ചു, മറ്റത് ചെയ്തു, മറിച്ച് ചെയ്തു എന്നും പറഞ്ഞ് ഇപ്പോഴും വന്ന് അനാവശ്യം വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഈ ടീമുകാർക്ക് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. സോറി, വീഡിയോ അല്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണം. അതോടൊപ്പം നിങ്ങളുടെ കമന്റുകളും കമന്റായിട്ട് രേഖപ്പെടുത്തണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.